നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഡ്ലു ബാങ്ക് കവർച്ചാ കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ ആദരിക്കുന്നു. DYSP TP രഞ്ജിത്തിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. നവംബർ 14 ശിശുദിനം. ചാച്ചാജിക്ക് പ്രണാമം അർപ്പിച്ച് അരയി സ്കൂൾ. വീട്ടമ്മയുടെ കൊലപാതകം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി വിവരം. സെക്യുലർ മാർച്ചുമായി DYFI. മാർച്ച് നവംബർ 17 കയ്യൂരിൽ നിന്ന് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരത്തെ അയ്യർക്കട്ടയിൽ ഡിസംബർ 8 ഉപതെരഞ്ഞെടുപ്പ്. ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ്. യദുകൃഷ്ണൻ സ്റ്റാറായി. 16-കാരനായ യദുകൃഷ്ണന്റെ ഒറ്റക്കോലം ഭക്തമനസ്സുകൾക്ക് സായുജ്യമായി. വാർത്തകൾ വിശദമായി. കുഡ്ലു ബാങ്ക് കവർച്ചാ കേസ് തെളിയിച്ച അന്വേഷണ സംഘങ്ങളെ നവംബർ 16 ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുഡ്ലു ബാങ്കിന്റെയും സഹകർ ഭാരതിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2015 സെപ്റ്റംബർ 7 കുഡ്ലു ബാങ്ക് കവർച്ച നടത്തിയ പ്രതികളെ മുഴുവൻ അതിവിദഗ്ധമായി വലയിലാക്കുകയും നഷ്ടപ്പെട്ട സ്വർണവും പണവും കണ്ടെടുക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തെ കുഡ്ലു ബാങ്കിന്റെയും സഹകാർ ഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ അന്വേഷണം നടത്തിയ SP ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള മുഴുവൻ അന്വേഷണ സംഘത്തെയും ആദരിക്കാൻ വേണ്ടി കുഡ്ലു സർവീസ് സഹകരണ ബാങ്കും അതേപോലെ സഹകരണ രംഗത്തെ ദേശീയ പ്രസ്ഥാനമായ സഹകാർ ഭാരതിയും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നവംബർ 16 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ സെന്റിനറി ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. നവംബർ 16 തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുക. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ, DYSP MP സുധാകരൻ, CI സുനിൽ കുമാർ, CI PK സുധാകരൻ എന്നിവർ ഉൾപ്പെടെയുള്ള 30 അംഗ ടീമിനെയാണ് ചടങ്ങിൽ ആദരിക്കുക. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PC രാമൻ എല്ലാവരെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് K കരുണാകരൻ നമ്പ്യാർ, ഗണപതി കോട്ടക്കണ്ണി, ഗണേഷ് പാറക്കട്ട, ചന്ദ്രഹാസൻ മാസ്റ്റർ, രാജേഷ് V നായിക് എന്നിവർ പങ്കെടുത്തു. ചായങ്ങളിൽ നിറമാലയൊരുക്കി അരയി സ്കൂളിൽ ശിശുദിനാഘോഷം. ചാച്ചാജിക്ക് പ്രണാമം അർപ്പിച്ച് നടത്തിയ പരിപാടി ശ്രദ്ധേയമായി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ മാസ്റ്റർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിരലിൽ ചായം പുരട്ടിയ കുട്ടികൾ വലിയ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചു. ചുവപ്പും മഞ്ഞയും കുങ്കുമവും നീലയും കലക്കിയ തളികയിൽ മാറി മാറി വിരൽ മുക്കി അവർ വരച്ച ചിത്രങ്ങൾക്ക് ഒരുമയുടെ ബഹുവർണ്ണം തീർത്തു. നിറങ്ങളെ സ്നേഹിച്ച രാഷ്ട്രശില്പിക്ക് പ്രണാമമർപ്പിക്കാൻ അരയി ഗവൺമെന്റ് UP സ്കൂൾ കുട്ടികൾ ഒരുക്കിയ നിറമാല കാണാനെത്തിയ രക്ഷിതാക്കളും നാട്ടുകാരും ആവേശം കൊണ്ട് ചിത്രം വരക്കാൻ തുടങ്ങിയതോടെ ശിശുദിനാചരണം ഗ്രാമത്തിന് ഉത്സവമായി. വർണ്ണ ബലൂണുകളും കൊടിക്കൂറകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച പ്രത്യേക വേദിയിൽ വെച്ചായിരുന്നു പരിപാടി. നഴ്സറി ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള 200 കുട്ടികളും ഫിംഗർ പ്രിന്റിന്റെ ലളിതമായ സങ്കേതം ഉപയോഗിച്ച് ചിത്രം വരച്ചതോടെ 1 മണിക്കൂർ കൊണ്ട് ക്യാൻവാസ് നിറഞ്ഞു. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു ഗ്രാമത്തിലെ 500ഓളം ആളുകളുടെ വിരലടയാളം പതിഞ്ഞ ക്യാൻവാസ് അരയി ഒരുമയുടെ തിരുമധുരത്തിന് മറ്റൊരു തെളിവുകുറി കൂടിയായി. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ നിറമാല ചിത്രരചന മറക്കാനാവാത്ത അനുഭവമാണെന്ന് കുട്ടികൾ പറഞ്ഞു. ഇന്നിവിടെ വിദ്യാലയത്തിൽ ശിശുദിനത്തിന്റെ ഭാഗമായി നിറമാല എന്ന പരിപാടി നടത്തി. ഈ സ്കൂളിലെ 208 കുട്ടികളുടെയും കൈവിരലുകൾ കൊണ്ട് കുറേ ചിത്രങ്ങൾ ഉണ്ടാക്കി. കൂട്ടായ്മയുടെ ചിത്രമാല വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കാനും പരിപാടിയുണ്ട്. നഴ്സറി ക്ലാസ് തൊട്ട് 7ാം തരം വരെയുള്ള കുട്ടികളായിരുന്നു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും കാണികളൊന്നാകെ ചിത്രരചനയിൽ പങ്കാളിയായതോടെ ക്യാൻവാസിന്റെ വലിപ്പം കൂട്ടുകയാണ് ഉണ്ടായത്. നിറങ്ങളെയും കുട്ടികളെയും സ്നേഹിച്ച നെഹ്റുവിനുള്ള പ്രണാമമാണ് സ്കൂളിലൊരുക്കിയ ചിത്രമെന്ന് ഹെഡ് മാസ്റ്റർ കൊടക്കാട് നാരായണൻ പറഞ്ഞു. വിദ്യാലയത്തിലെ നഴ്സറി കുട്ടികൾ മുതൽ 7ാം തരം വരെയുള്ള 208 കുട്ടികളും 10 മീറ്റർ ക്യാൻവാസിൽ അവരുടെ വിരലുകൾ കൊണ്ട് വർണ്ണവിസ്മയങ്ങൾ തീർത്തു. ഓരോ കുട്ടിയും നിറത്തിൽ വിരലുകൾ മുക്കി പക്ഷികളെയും ചിരിക്കുന്ന പൂക്കളെയും പാറുന്ന തുമ്പികളെയും വരച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു പൂന്തോട്ടമായി മാറുകയായിരുന്നു. വിദ്യാലയത്തിലെ കുട്ടികളൊരുക്കി ഈ പരിപാടികൾ കാണാൻ വന്ന എല്ലാ നാട്ടുകാരും ഈ പരിപാടിയിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് പങ്കാളികളായതോടുകൂടി നിറമാല യഥാർത്ഥത്തിൽ അരയി ഗ്രാമത്തിന് ഉത്സവമായി മാറുകയായിരുന്നു. ചിരിക്കുന്ന പൂക്കളും തുമ്പികളും പക്ഷികളും ചെടികളും കൊണ്ട് ക്യാൻവാസ് നിറഞ്ഞതോടെ
ചുമരിൽ പൂന്തോട്ടത്തിന്റെ പ്രതീതി ഉണർന്നു. കൗൺസിലർ CK വത്സലൻ ക്യാൻവാസിൽ ചിത്രരചനയിലേർപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, PTA പ്രസിഡന്റ് P. രാജൻ, ചിലമ്പലി നാട്ടറിവ് പഠന കേന്ദ്രം സെക്രട്ടറി ശരത്ത്, ജഗദീശൻ, രമേശൻ, ഭാസ്കരൻ, ദേവദാസ്, AV ഹേമാവതി, K. വനജ, P. ബിന്ദു, സിനി അബ്രഹാം, സുധീഷ്ണ, V. അബിൻ, N. അനുശ്രീ, K. ആദിത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാനങ്ങാട്ടെ വീട്ടമ്മയുടെ കൊലപാതകത്തിലെ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് പോലീസ്. 9 പവൻ സ്വർണവും 2000 രൂപയും മോഷണം പോയതായി റിപ്പോർട്ട്. കാനങ്ങാട് ജില്ലാ ആശുപത്രിക്ക് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കോയമ്മലിലെ പരേതനായ രാമചന്ദ്രന്റെ ഭാര്യ ജാനകിയുടേത് കൊലപാതകം തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ജില്ലാ ആശുപത്രിക്ക് സമീപം മോഷണം നടത്തുന്ന ടീമിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ജാനകി അമ്മയെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഇത്ര വിദഗ്ധമായി ഇങ്ങനെയൊരു കൊലപാതകം നടത്താൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ ബാഗിലുണ്ടായിരുന്ന 9 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. തലക്കടിച്ചും കഴുത്ത് നെരിച്ചുമാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇവർ ഉപയോഗിച്ചിരുന്ന വലിയ ടോർച്ച് പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത് ഏറെ സംശയത്തിന് ഇടവരുത്തി. തലക്കടിച്ചതുകൊണ്ടാവാം ടോർച്ച് പൊട്ടിയിട്ടുണ്ടാവുക എന്നാണ് പോലീസ് കരുതുന്നത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ, DYSP ഹരിശ്ചന്ദ്ര നായിക് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. കൊലപാതകികളെ കുറിച്ച് സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൃശൂരിൽ സ്ഥിരതാമസക്കാരനായ മകൻ ഗിരീഷും നീലേശ്വരത്തെ ഭർതൃവീട്ടിൽ താമസിക്കുന്ന ഗീതയുമാണ് മക്കൾ. കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി DYFIയുടെ നേതൃത്വത്തിൽ സെക്യുലാർ മാർച്ച് സംഘടിപ്പിക്കുന്നു. നവംബർ 17-ന് കയ്യൂരിൽ നിന്നാണ് ജാഥ പ്രയാണം ആരംഭിക്കുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജാണ് ജാഥ ലീഡർ. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ ജാതി രാഷ്ട്രീയത്തിൻ്റെ കുത്തരങ്ങാക്കാനും അതുവഴി ഭ്രാന്താലയമാക്കാനുമുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുക, സംസ്ഥാനത്തിൻ്റെ പുരോഗമന സ്വഭാവവും മതനിരപേക്ഷ പൈതൃകവും സംരക്ഷിക്കുക എന്നീ സന്ദേശങ്ങളാണ് ജാഥ പ്രചരിപ്പിക്കുക. DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് ക്യാപ്റ്റനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PA മുഹമ്മദ് റിയാസ് മാനേജറുമായ സെക്യുലർ മാർച്ച് 17-ന് കയ്യൂരിൽ നിന്ന് ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രൂപീകരണ യോഗം കയ്യൂർ ബാങ്ക് ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട നാടായിട്ടുള്ള കേരളത്തിൽ വർഗീയതയുടെ വിഷവിത്ത് പാകി ഉറപ്പിച്ച് കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു വർഗീയ രാഷ്ട്രീയ സംഘടനാ പ്രസ്ഥാനങ്ങൾ. എന്നാൽ കേരളം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മതനിരപേക്ഷതയുടെ, മനുഷ്യനന്മയുടെ, മതസൗഹാർദ്ദത്തിന്റെ ഒരു നാടായിട്ട് കേരളത്തെ കാത്തുരക്ഷിച്ചു പോരുന്നത് കേരളീയ സമൂഹത്തിന്റെ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും മതേതര ചിന്താഗതിയും ദേശാഭിമാന ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും എല്ലാം തന്നെയാണ്. ആ ഒരു മതനിരപേക്ഷതയുടെ തലങ്ങളിലേക്ക് കേരളീയ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മറ്റേത് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി ഏറ്റവും നിർണായകമായ ഇടപെടലുകൾ നടത്താൻ മുന്നിട്ടിറങ്ങിയത് DYFI തന്നെയാണ്. ജാതിരഹിതവും മതനിരപേക്ഷവുമായ കേരളീയ സമൂഹം എന്ന കാഴ്ചപ്പാടാണ് കേരളത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ജാതിരഹിതവും മതനിരപേക്ഷവുമായിട്ടുള്ള കേരളീയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളാണ് സമൂഹത്തിലെ ഏറ്റവും ഊർജ്ജസ്വലതയും പ്രതികരണശേഷിയുള്ള വിഭാഗം എന്ന നിലയ്ക്ക് യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് DYFI. എല്ലാത്തരം വർഗീയതയെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും എതിർത്തു തോൽപ്പിക്കാനുമാണ് മാർച്ച് നടത്തുന്നതെന്ന് രാജഗോപാലൻ പറഞ്ഞു. CPM ചെറുപുത്തൂർ ഏരിയ സെക്രട്ടറി KP വത്സലൻ അധ്യക്ഷനായിരുന്നു. K. മണികണ്ഠൻ, V. പ്രകാശൻ, K. സുധാകരൻ, കൈനി കുഞ്ഞിക്കണ്ണൻ, മാധവൻ മണിയറ, K. രവീന്ദ്രൻ, K. രാജു, M. ബാലകൃഷ്ണൻ, T. ദാമോദരൻ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ അയ്യർക്കട്ടയിൽ ഡിസംബർ 8-ന് ഉപതെരഞ്ഞെടുപ്പ്. ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച മഞ്ജുനാഥിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 9-ന് നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നവംബർ 2-ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ മരണം മൂലം ഒഴിവ് വന്നിട്ടുള്ള മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡായ അയർക്കട്ടയിൽ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. അയർക്കട്ടയിൽ ഡിസംബർ 8-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. നവംബർ 18 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. 19-നാണ് സൂക്ഷ്മ പരിശോധന. ഡിസംബർ 8-ന് രാവിലെ 7 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. ഡിസംബർ 9-ന് വോട്ടെണ്ണും. അയർക്കട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി മഞ്ജുനാഥ് മത്സരിച്ച് ജയിച്ചിരുന്നുവെങ്കിലും കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഫലം പുറത്തു വരുന്നതിന് മുമ്പേ തന്നെയാണ് ഇദ്ദേഹം മരിച്ചത്. എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറാറുള്ള മഞ്ജുനാഥ് ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഡിസംബർ 8-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആർക്ക് അനുകൂലമാകുമെന്ന് കണ്ടു തന്നെ അറിയണം.
പുരുഷാരവത്തിന്റെ ആർപ്പുവിളികൾക്കൊപ്പം മേലാരിയിലേക്ക് എടുത്തുചാടിയ 16-കാരന്റെ തീക്കോലം ഭക്തമനസ്സുകൾക്ക് സായുജ്യമായി. കാടങ്കോട് കൊട്ടാരം വാതുക്കലിലാണ് യദുകൃഷ്ണൻ എന്ന 16-കാരൻ ഒറ്റക്കോലം കെട്ടിയാടിയത്. പുരുഷാരവത്തിന്റെ ഹരിഗോവിന്ദ വിളികൾക്കൊപ്പം മേലേരിയിലേക്ക് എടുത്തുചാടിയ 16 വയസ്സുകാരന്റെ തീക്കോലം കണ്ടുനിന്നവർക്ക് ഒരിക്കലും മറക്കാത്ത അനുഗ്രഹ കാഴ്ചയായി. മുഴക്കും വടക്കേക്കരയിലെ ചന്ദ്രൻ പണിക്കരുടെയും അനിതയുടെയും മകനായ നീരജാണ് മുതിർന്ന തെയ്യക്കാരന്റെ മെയ്വഴക്കത്തോടെ തീക്കോലം കെട്ടിയാടിയത്. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. 5ാം വയസ്സിലാണ് നീരജ് ആദ്യമായി ആടിവേടൻ കുട്ടിത്തെയ്യം കെട്ടി അരങ്ങിലെത്തിയത്. അനുഗ്രഹീത തെയ്യം കലാകാരനായ പിതാവ് ചന്ദ്രൻ പണിക്കരുടെ ശിക്ഷണത്തിലാണ് നീരജ് തെയ്യാട്ടം പഠിച്ചെടുത്തത്. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ അഗ്നിപ്രവേശം ദർശിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുഡ്ലു ബാങ്ക് കവർച്ച സൂത്രധാരന്മാരായ 2 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുത്തു. ചൌക്കിയിലെ ഷെരീഫ് കരീം എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് സൂചന. കുഡ്ലു ബാങ്ക് കൊള്ളയടിച്ച കേസിലെ സൂത്രധാരന്മാരായ ചൌക്കി സ്വദേശികളായ ഷെരീഫ് കരീം എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 2015 സെപ്റ്റംബർ 7 നടന്ന കുഡ്ലു ബാങ്ക് കവർച്ചയിൽ 18 കിലോ സ്വർണവും 13 ലക്ഷം രൂപയുമാണ് നഷ്ടമായത്. ഇതിൽ ഭൂരിഭാഗം സ്വർണവും പണവും അന്വേഷണ സംഘം കണ്ടെടുത്തു. മുഖ്യപ്രതിയായ ചൌക്കിയിലെ തന്നെ മുജീബിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴായിരുന്നു നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്താനായത്. തമിഴ്നാട്ടിലെത്തിച്ച് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് സ്വർണവും കണ്ടെത്തിയത്. കവർച്ചയിലെ പങ്കാളികളായ ജോമോനെയും മുജീബിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷെരീഫിനെയും കരീമിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. വെള്ളിയാഴ്ച വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തു. ഏറെ പ്രമാദമായ കുഡ്ലു ബാങ്ക് കവർച്ചയിൽ തൊണ്ടി മുതൽ കണ്ടെടുത്ത അന്വേഷണ സംഘത്തെ നവംബർ 16 കാസർഗോഡ് വെച്ച് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശിശുദിനം ആഘോഷിക്കാൻ ജില്ലയിൽ സാന്ത്വന വണ്ടി എത്തി. കോട്ടയം മുണ്ടക്കയം CMS LP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പാവനാടകവുമായി എത്തിയത്. PB അബ്ദുൾ റസാഖ് MLA ശിശുദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്കൊപ്പം ശിശുദിനം ആഘോഷിക്കുന്നതിനു വേണ്ടി മുണ്ടക്കയം CMS LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സാന്ത്വന വണ്ടി ജില്ലയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയൊട്ടേക്ക് ശിശുദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് വളരെ ദുരിതബാധിതരായി കഴിയുന്ന കുട്ടികൾ ഇതൊന്നും തന്നെ അനുഭവിക്കാൻ ഇടയില്ലാതെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുകയും അവർക്ക് സാന്ത്വന സമ്മാനങ്ങൾ നൽകുകയും തുടർന്ന് ആ സ്കൂളിനെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എൺമകജ പഞ്ചായത്തിലെ സാന്ത്വന ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നവംബർ 14 നടക്കുന്ന ശിശുദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം PB അബ്ദുൾ റസാഖ് MLA നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിഷ അധ്യക്ഷത വഹിക്കും. പാവനാടക ഉദ്ഘാടനം അംബികാസുധൻ മാങ്ങാട് നിർവഹിക്കും. ബഹുമാനായ പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മങ്ങാട് സാറാണ് അത് നിർവഹിക്കുക. പ്രൊഫസർ MG ചന്ദ്രശേഖരൻ സാർ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. 10 കുട്ടികൾ ചേർന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും ബഡ് സ്കൂളുകൾ നേരിടുന്ന പരിമിതികളും അവരുടെ ഉത്കണ്ഠകളുമാണ് ഈ പാവനാടകത്തിൻ്റെ ഉള്ളടക്കമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചടങ്ങിൽ നിരവധി സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അനിത രാജൻ, KM ശർമ്മ, ബിന്ദു C ചെറിയാൻ, റിജമ്മ ആന്റണി, PK സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 22ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. DYSP TP രഞ്ജിത്താണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇതോടനുബന്ധിച്ച് ഭാഗ്യകൂപ്പൺ നറുക്കെടുപ്പും നടന്നു. വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 22ാം വാർഷികാഘോഷം കാസർഗോഡ് ഷോറൂമിൽ വെച്ച് നടന്നു. DYSP TP രഞ്ജിത്ത് ആഘോഷം ഉദ്ഘാടനം ചെയ്തു.
എത്രയും വിശാലമായ ഒരു ഷോറൂമാണെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 75 സ്റ്റാഫ്, അതിനർത്ഥം 75 കുടുംബം ഈ ഷോപ്പിലൂടെ ജീവിക്കുന്നു എന്നതാണ്. 144 ഷോപ്പുകൾ, ഇവിടെ 22ാം വർഷവും. എത്ര പെട്ടെന്നാണ് 22 വർഷം കടന്നുപോയതെന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. റീജിയണൽ ഹെഡ് ഷരീജ്, ഷോറൂം ഹെഡ് നിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 22ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാഗ്യകൂപ്പണിന്റെ നറുക്കെടുപ്പും ഡിവൈഎസ്പി ടി.പി. രഞ്ജിത്ത് നിർവഹിച്ചു. KL 14456 ബ്രാഞ്ച് തലശ്ശേരി. കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി. കേരള പ്രവാസി സംഘത്തിന്റെ 4ാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ 19, 20 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. സമ്മേളനത്തിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നവംബർ 14 ശനിയാഴ്ച കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കും. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര നവീകരണത്തിന് മലബാർ ദേവസ്വം ബോർഡിന്റെ സഹായം. 25 കോടി ചെലവ് വരുന്ന ക്ഷേത്ര നവീകരണത്തിന്റെ നിധി കൈമാറ്റ ചടങ്ങ് നവംബർ 16 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര മലബാറിലെ പ്രാചീന ക്ഷേത്രങ്ങളിലൊന്നായ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം നവീകരിച്ചു വരികയാണ്. 25 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നവീകരണ ചെലവായി ഇതുവരെ 4 കോടി രൂപ ചെലവായി. ആദ്യ ഗഡുവായി മലബാർ ദേവസ്വം ബോർഡ് 90 ലക്ഷം രൂപ അനുവദിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ വീണ്ടും 2ാം ഗഡുവായി 1 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. നവീകരണ നിധിയുടെ കൈമാറ്റ ചടങ്ങ് നവംബർ 16 തിങ്കളാഴ്ച മധൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ്. തിങ്കളാഴ്ച ഈ ഇടയ്ക്ക് പാസ്സാക്കിയ 1 crore rupees മലബാർ ദേവസ്വം ബോർഡ് റിലീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഉള്ളത് മധൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അതിന് കമ്മീഷണർ ദേവസ്വം ബോർഡ് വരും, ചെയർമാൻ ദേവസ്വം ബോർഡ് വരും, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായ അഡ്വക്കേറ്റ് ഈ ചന്ദ്രശേഖരൻ വരും, പിന്നെ എടനേർ സ്വാമിജി അതിൻ്റെ ആശീർവചനം ചെയ്യും, പിന്നെ ഇപ്പോഴത്തെ തന്ത്രി വിഷ്ണു അസ്ര അനുഗ്രഹം ഭാഷണം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ സജീവ് മാരോളി ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ UT ആൽവ, BS റാവു, ജയദേവ കണ്ടികെ, വിശ്വനാഥ് റായ്, രാജീവൻ നമ്പ്യാർ, ഗിരീഷ് കുഡ്ലു, മഞ്ജുനാഥ് കാമത്ത്, മുരളി ഗട്ടി, ഉമേഷ, നാരായണയ്യ, K ഗോപാലകൃഷ്ണ ഭട്ട് എന്നിവർ പങ്കെടുത്തു. നവംബർ 14 ഡയബറ്റിക് ഡേയുടെ ഭാഗമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റാലി നടത്തിയത്. ഡയബറ്റിക് ദിനാചരണത്തിന് മുന്നോടിയായി നടത്തിയ ബോധവൽക്കരണ റാലിക്ക് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, പ്രിൻസിപ്പൽ മധുസൂദനൻ, അധ്യാപകരായ ശ്രീധരൻ, വിനയചന്ദ്രൻ, വന്ദന തുടങ്ങിയവർ നേതൃത്വം നൽകി. ബല്ല ഈസ്റ്റ് സ്കൂളിൽ നിന്നും പുറപ്പെട്ട റാലി ജില്ലാ ആശുപത്രി പരിസരത്തെത്തി സമാപിച്ചു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നവംബർ 14 ശനിയാഴ്ച കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TM ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി B ഓമനക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തും. തലപ്പാടിയിൽ ബന്ദ് പൂർണ്ണം. അങ്ങിങ്ങ് ചെറിയ അനിഷ്ട സംഭവങ്ങൾ. ബസ്സുകൾക്ക് നേരെ കല്ലേറ്. ബസ്സുകൾ തലപ്പാടി വരെ മാത്രം സർവീസ് നടത്തുന്നു. ബണ്ട്വാളയിൽ ടിപ്പു സുൽത്താൻ ജന്മദിനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് തലപ്പാടിയിൽ ഗതാഗത തടസ്സമുണ്ടായി.
കേരളത്തിൽ നിന്നും മംഗലാപുരത്തേക്കും കർണാടകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുമുള്ള ബസ്സുകൾ തലപ്പാടി വരെ മാത്രം സർവീസ് നടത്തി. KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. തലപ്പാടിയിൽ നിർത്തിയിട്ടിരുന്ന മംഗലാപുരത്തേക്ക് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നേരെയും അക്രമമുണ്ടായി. റോഡിൽ വാഹനങ്ങളുടെ ടയർ കത്തിച്ചും കല്ലുകൊണ്ടും ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. തലപ്പാടി നഗരം അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാണ്. അത്യാവശ്യമായി പല സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറായി വന്ന യാത്രക്കാർ ദുരിതത്തിലായി. പലരും വാഹനങ്ങൾ കിട്ടാതെ വലഞ്ഞു. ടിപ്പു ജന്മദിനാഘോഷം നടന്ന മിക്ക സ്ഥലങ്ങളിലും ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഡ്ലു ബാങ്ക് കവർച്ച കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ ആദരിക്കുന്നു. DYSP TP രഞ്ജിത്തിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. നവംബർ 14 ശിശുദിനം. ചാച്ചാജിക്ക് പ്രണാമം അർപ്പിച്ച് അരയി സ്കൂൾ. വീട്ടമ്മയുടെ കൊലപാതകം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി വിവരം. സെക്യുലർ മാർച്ചുമായി DYFI. മാർച്ച് നവംബർ 17 കയ്യൂരിൽ നിന്ന് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരത്തെ അയ്യർക്കട്ടയിൽ ഡിസംബർ 8 ഉപതെരഞ്ഞെടുപ്പ്. ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ്. യദുകൃഷ്ണൻ സ്റ്റാറായി. 16-കാരനായ യദുകൃഷ്ണന്റെ ഒറ്റക്കോലം ഭക്തമനസ്സുകൾക്ക് സായുജ്യമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.